ഗൂഗിൾ ഒമിനി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഡ്രോൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനുള്ള പ്രോംപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോംപ്റ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇമേജ് ആണ്. അതായത് നമുക്ക് ഏത് ഡ്രോൺ വീഡിയോ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഇമേജ് വേണം. അപ്പോൾ എൻ്റെ കുറേ ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താജ്മഹലിൻ്റെ ഇമേജ് ഉണ്ട്, ബുർജ് ഖലീഫ ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഇമേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡ്രോൺ വീഡിയോ ആണോ വേണ്ടത് അതിൻ്റെ ഒരു ഇമേജ് ഇതേപോലെ എടുത്തു വെക്കുക. നിങ്ങൾ ക്യാപ്ചർ ചെയ്ത ഇമേജ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വെച്ച് ഇതേപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത പോലെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡ്രോൺ ഇമേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. സിമ്പിൾ ഗൂഗിൾ ജെമിനി ഓപ്പൺ ആക്കുക, ന്യൂ ചാറ്റിൽ വരിക. ന്യൂ ചാറ്റിൽ വന്ന് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. വൈഡ് ആംഗിൾ ഡ്രോൺ ക്യാമറ ക്ലിക്ക്ഡ് ഇമേജ് ഓഫ് താജ്മഹൽ 16:9 റേഷ്യോ. ഇത്രയും മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ താജ്മഹലിൻ്റെ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതേ പ്രോംപ്റ്റ് തന്നെ ഞാൻ അടുത്ത ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ താജ്മഹൽ മാറ്റി ബുർജ് ഖലീഫ എന്ന് കൊടുത്തു. ബുർജ് ഖലീഫയുടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ സെയിം പ്രോംപ്റ്റിൽ തന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കൊടുത്തുകൊണ്ട് ഇന്ത്യ ഗേറ്റിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ന്യൂ ചാറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിപ്പോൾ എടുത്ത ഒരു ഇമേജ് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് പേഴ്സൺ POV ക്യാമറ റാപ്പിഡ്ലി മൂവ്സ് ഫോർവേഡ് ഫോളോവിങ് ദ റെഡ് ആരോ പാത്ത്, അൾട്രാ ഫാസ്റ്റ് ട്രാവൽ സ്പീഡ്, സ്മൂത്ത് മോഷൻ, റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്, നാച്ചുറൽ മോഷൻ, ബ്ലർ, സീംലെസ് കണ്ടിന്യൂസ് മൂവ്മെന്റ്, അങ്ങനെ ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്, റെഡ് ആരോ പാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ ക്യാമറ പോകുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ ഷോട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇനി ഇമേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം റെഡ് കളർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഒരു മൂവ്മെന്റ് നമുക്ക് ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒരു മൂവ്മെന്റ് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈനിലൂടെ ഡ്രോണ് പോകുന്ന ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരിക എന്ന്. ഇനി ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 10 സെക്കൻഡുള്ള നമ്മുടെ ഡ്രോൺ വീഡിയോ റെഡി ആയിട്ടുള്ളത് പ്ലേ ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു പോർഷൻ വരെ നമ്മൾ കൊടുത്ത ആരോ കാണിക്കുന്നുണ്ട്, ഏകദേശം ഒരു 2-3 സെക്കൻഡ്സ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ബാക്കി ഭാഗം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തൊട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ആകുന്നത്. ഏകദേശം നമ്മൾ കൊടുത്ത അതേ പാത്തിൽ തന്നെയാണ് ആ ഒരു ക്യാമറ മൂവ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോൺ വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതിപ്പോൾ നമ്മളൊരു ആരോ ഒക്കെ കൊടുത്തിട്ട് ഇന്ന വഴിക്കൂടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ക്രിയേറ്റ് ആയത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടും വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്ത ആ സെയിം ഇമേജ് ഒന്നും അല്ല യൂസ് ആയിരിക്കുന്നത്, വേറെ ഇമേജ് ആണ് യൂസ് ആയിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു സാമ്പിൾ ഇമേജ് കൊടുക്കുന്നേ ഉള്ളൂ. താജ്മഹൽ ആണെന്നുണ്ടെങ്കിൽ താജ്മഹലിന്റെ ഒരു സാമ്പിൾ ഇമേജ് കൊടുക്കുന്നു. വീഡിയോ ക്രിയേറ്റ് ആയി വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും, വേറെ ഇമേജോ അല്ലെങ്കിൽ വേറെ വിഷ്വൽസോ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും വീഡിയോ ജനറേറ്റ് ആയി വരുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാവേ. ഓക്കെ, ഞാൻ അടുത്തൊരു ഇമേജ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് സബ്മിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് മലയാളത്തിലും പ്രോംപ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ തരുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പ്രോംപ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും ഏകദേശം നല്ല വീഡിയോകൾ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേയധികം ഇതുപോലത്തെ പ്രോംപ്റ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ ഇതേപോലെയുള്ള പുതിയ പുതിയ പ്രോംപ്റ്റുകൾ പല ടൈപ്പിലുള്ളത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോംപ്റ്റുകൾ എടുത്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഗൂഗിൾ ഒമ്നിയുമായി ബന്ധപ്പെട്ട 3-4 വീഡിയോകൾ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ 2 സൈഡിലായിട്ട് കൊടുത്തേക്കാം. വീഡിയോകൾ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. പുതിയ പുതിയ പ്രോംപ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചേക്കാം. ഇന്നത്തെ വീഡിയോയുടെ വൃത്തിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.